HDMI കേബിൾ ഇല്ലടാ. മറ്റേ മോണിറ്ററിൻ്റെ
മറ്റേ ഹനുമാൻ കൈൻഡി ഉണ്ടായിരുന്നു. ഇതന്നെ कोई इंजीनियर हिंदी करना പാട്ട് മാത്രമേ ഒന്ന് ഹിറ്റാണ്. ഇത് ഹിറ്റാണ്, പക്ഷെ ഇതാമത്തെ മലയാളം
ഇതെങ്ങനെയാണ് മൗസിൻ്റെ കൺട്രോൾ മൗസിലത് എങ്ങനെ കൺട്രോൾ ചെയ്യും ലെഫ്റ്റ് മൗസാണല്ലോ പൊടിയേറിയിട്ട് എല്ലാം ഒഴിച്ച് വൃത്തിയാക്കി എത്ര ആക്രൂ എങ്ങനെ ശരി ആ മോശം ഫ്രണ്ടിലെ മോശം
വെള്ളമുണ്ടോ നീരുണ്ടോ വെള്ളമെടുക്കാൻ Europe.
നാളെ ഇത് പൊട്ടിയെന്ന് പറഞ്ഞു. മറ്റന്നാളൊക്കെ പൊട്ടി വളർന്നതൊക്കെ ആൾക്കാർ എല്ലാം റെഡിയാക്കി പാക്ക് സാധനമായിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കുകളിലൊക്കെ അവർക്ക് ജിമ്മി ചെല്ലുന്നില്ല. ലൈവ് ക്ലാസ്സൊക്കെ ലൈവ് ക്ലാസ്സൊക്കെ അങ്ങനത്തെ ഒരു ക്ലാസ് ഡേറ്റ എല്ലാം തന്നെ നല്ല ഡേറ്റ ആവണമെന്നില്ല. ചിലപ്പോൾ ചില ഡേറ്റയിൽ നൾ വാല്യൂസ് കാണും. ഇനി ചില ഡേറ്റ വാല്യൂസ് നമുക്ക് വേണ്ടിയ ഡേറ്റാസ് ആയിരിക്കത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എംപ്റ്റി ആയിട്ട് ചില ഫീൽഡ്സുകൾ കാണും. അപ്പം ഇങ്ങനെയുള്ള ഫീൽഡ്സൊക്കെ വരുമ്പം നമ്മൾ ആ ട്രെയിനിങ് ടൈമും കൂടും. അതുപോലെ തന്നെ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലേ. അപ്പം നമ്മുടെ ML മോഡൽ അല്ലെങ്കിൽ DL മോഡലിൻ്റെ ഉദ്ദേശം എന്താണ്? ട്രെയിൻ ചെയ്ത് നമ്മളൊരു അൺസീൻ ഡേറ്റ കൊടുത്തു കഴിയുമ്പം റിസൾട്ട് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യണം ഈ ഡേറ്റ ഏത് കാറ്റഗറി ആണെന്നുള്ളത്. ഇപ്പം ഞാൻ കാറ്റിൻ്റെയും ഡോഗിൻ്റെയും ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ക്യാറ്റ് ആണെങ്കിൽ അത് ക്ലാസിഫൈ ചെയ്യുമ്പം ട്രെയിൻ ചെയ്ത് നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യുന്നു. ട്രെയിൻ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡേറ്റ ആയിട്ട് ഒരു ഡേറ്റ കൊടുത്തു കഴിയുമ്പോൾ അത് പറയണം ഇത് ക്യാറ്റ് ആണ് എന്നുള്ളത്. അതല്ലാതെ ഡോഗ് ആയിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ?
അല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാ സെറ്റിനെ ട്രെയിൻ ചെയ്തപ്പം അവിടെ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു റിസൾട്ട് അത് കാണിച്ചത്. ഓക്കെ, ഇനി ഈ ട്രെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡേറ്റയെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കണം. ഈ വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റാസിനെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് വിടണം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഡേറ്റ പോയിന്റ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ചിലപ്പം ഔട്ട്ലയർ എന്ന് പറഞ്ഞ ഒരു സാധനം കാണാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാണ് ഈ ഔട്ട്ലയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ സെറ്റ് ഇങ്ങനെ ഇപ്പം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പം കുറേ ഡേറ്റാസ് ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഒരേ തരത്തിലുള്ള ഡേറ്റാസാണ്. ഓക്കെ, ഇനി എൻ്റെ ഡേറ്റ സെറ്റിൽ ഇപ്പം എന്താണ് ഇതിനെ കൂടാതെ ഈ സ്വഭാവമുള്ളതല്ലാത്ത ഒരു പർട്ടിക്കുലർ ഡേറ്റ ഇവിടെ വന്നു. ഈ ഡേറ്റയെ ഞാൻ ചുമ്മാ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഈ ഡേറ്റാസ് ആണ് നമുക്ക് വേണ്ടിയ ഡേറ്റാസ്. ഇത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്ത ഡേറ്റയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കണ്ടുപിടിച്ച് ഇത് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 18-നും 24-നും ഇടയ്ക്കുള്ള സ്റ്റുഡൻസ് ആണ്. അതിനും എബോ ആയിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് കാറ്റഗറി ഓഫ് 50 to 100 എൻ്റെ ഡേറ്റ സെറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഡേറ്റ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ? ഇല്ല. കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 50-നും 100-നും ഇടയ്ക്ക് കുറേ ഡേറ്റ ഇതാണ് വന്നേക്കുന്നത്. ഈ ഡേറ്റയെ കണ്ടുപിടിച്ച് ഇത് റിമൂവ് ചെയ്ത് കളയണം. ഇതാണ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് നമ്മുടെ നോർമൽ ഡേറ്റയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഡേറ്റാ സെറ്റിനെയാണ്, ഡേറ്റാ സെറ്റ് അല്ല ഡേറ്റാസിനെയാണ് ഔട്ട്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ലയറിനെ കണ്ടുപിടിക്കാൻ നമുക്ക് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്ലയർ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഔട്ട്ലയേഴ്സാണ് ഉള്ളത്. ഒന്ന് പോയിന്റ് ഔട്ട്ലയർ, 2 കണ്ടീഷണൽ ഔട്ട്ലയർ, 3 കളക്റ്റീവ് ഔട്ട്ലയർ. പോയിന്റ് ഔട്ട്ലയർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും ഡേറ്റാസ് ഉള്ളതിൽ ഒരു പോയിന്റ് മാത്രം ഇങ്ങനെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുവാണ്. ഇത്രയും പോയിന്റ്സ് മാത്രം, ഒരു പോയിന്റ് മാത്രം വ്യത്യസ്തപ്പെട്ട് നിൽക്കുകയാണ്. ഇതാണ് പോയിന്റ് ഔട്ട്ലയർ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റ് ഔട്ട്ലയർ ഇവിടെ നിൽക്കുന്നു, പക്ഷെ ഇതൊരു കണ്ടീഷന്റെ ബേസിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഔട്ട്ലയർ എന്ന് പറയും. ഇനി മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് മാറി നിൽക്കുന്നു, ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള ഡേറ്റാസിനെയാണ് കളക്റ്റീവ് ഔട്ട്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടും ഔട്ട്ലയറിനെ കണ്ടുപിടിക്കാൻ ഇത്രയും മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് Z², അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാസ് ആണെങ്കിൽ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നോട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാസ് വരുമ്പോൾ IQR, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ ബോക്സ് പ്ലോട്ട്, 4 സ്കാറ്റർ പ്ലോട്ട്. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ ഡേറ്റാസ് വന്നിട്ട് അതിൻ്റെ സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കുന്നു, അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാറി നിൽക്കുന്നു, അതിനെടുത്ത് റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. മെഷീൻ ലേണിംഗ് മോഡൽ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ബോക്സ് പ്ലോട്ട്, ഡ്രോയിങ്ങും സ്കാറ്റർ പ്ലോട്ടും. നിങ്ങൾ വരച്ചിട്ടുണ്ടോ മെഷീൻ ലേണിംഗ്? ഇല്ലായിരിക്കും, ആ പ്രോഗ്രാമിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ Z² മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം Z² കണ്ടുപിടിക്കണം. അതായത് നിങ്ങളുടെ ഡേറ്റാസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക? ഇങ്ങനെയാണല്ലോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരുന്നത്. ഇതിനകത്ത് Z എന്ന് പറയുന്നത് 0 ആണ്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമലായിട്ട് നിൽക്കുകയാണ്. ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത് എന്ന് പറയുന്നത്, അല്ലേ? ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ Z1 ആവുന്ന സ്ഥലം, ഇതെന്ന് പറയുന്നത് Z+1 ആവുന്ന സ്ഥലം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഉള്ള പ്ലേസ് ആണ് ഈ രണ്ടെണ്ണം കാണിക്കുന്നത്, അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ഇനി ഈ ഒരു കട്ട വരച്ചാൽ അതെന്തായിരിക്കും കാണിക്കുന്നത്? Z-2 ആവുന്ന സ്ഥലം, അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ Z+2 ആവുന്ന സ്ഥലം. ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ, അതായത് ഞാൻ ഗ്രാഫിക്സ് വരച്ചിട്ട് തെറ്റിപ്പോയി, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ 3 വരെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. 3 കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്ലയേഴ്സ്, 3 കഴിഞ്ഞിട്ട് വരുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ ഇങ്ങനെ പോവുകയാണ്, പലതരത്തിൽ പോവുകയാണ്. അപ്പോൾ ആ ഡേറ്റാസ് ഇതിനെ നമ്മൾ ഔട്ട്ലയർ എന്ന് പറയും.
ഓക്കെ, എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? ജി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ജി സ്ക്വയറിൻ്റെ വാല്യൂ ത്രെഷോൾഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആവുന്ന മുതലുള്ള ഡേറ്റാസിനെ ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗ്രാഫിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങൾ കണ്ടോ, ഇതാണ് നിങ്ങളുടെ യൂഷ്വൽ ഡേറ്റ എന്ന് പറയുന്നത്, ഇങ്ങനെ കിടക്കുന്നതാണ്. ഓക്കെ, ഈ ഡേറ്റാസിൽ ഈ ഫസ്റ്റ് 2 പാർട്ട് എന്ന് പറയുന്നത് വി വാല്യൂ 1 ആവുന്നത്, രണ്ടാമത്തെ കളർ കണ്ടോ അത് വി വാല്യൂ 2 ആവുന്നത്, ജി സ്ക്വയർ വാല്യൂ 2 ആവുന്നത്. ഇനി ഈ പച്ച എന്ന് പറയുന്നത് ജി സ്ക്വയർ വാല്യൂ വി വാല്യൂ 3 ആവുന്നത്, -3ഉം 3ഉം. ഇത് കഴിഞ്ഞ് വരുന്ന വാല്യൂ കണ്ടോ, ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന വാല്യൂസിനെല്ലാം നമ്മൾ ഔട്ട്ലയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ജി സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഔട്ട്ലയറിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഡേറ്റാ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് മീൻ വാല്യൂ കണ്ടുപിടിക്കും. മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ n വാല്യൂസ് ഉണ്ടെങ്കിൽ n വാല്യൂസ് ഡിവൈഡഡ് ബൈ എല്ലാ വാല്യൂസും കൂട്ടിയിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യും. അതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചിട്ട് ഓക്കെ, നമ്മുടെ ജി സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം ഇത് മീൻ വാല്യൂ, ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാ പോയിന്റ്. ഇതാണ് ജി സ്ക്വയറിൻ്റെ ഇക്വേഷൻ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതാണ് ജി സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആ ഗ്രാഫും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അതിനെ കളയാം, അല്ലെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തു എന്നും പറഞ്ഞ് റീപ്ലേസ് ചെയ്ത് വെക്കാം. ഈ 2 മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യണം. ത്രെഷോൾഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഡീവിയേഷൻ വരുന്നതോ 3 ഡീവിയേഷൻ വരുന്നതോ സെറ്റ് ചെയ്യാം. നോർമലി 3 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെക്കാറ്. 3 കഴിഞ്ഞ് വരുന്നതെല്ലാം ഔട്ട്ലയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഞാൻ അതിൻ്റെ പ്രോഗ്രാം കാണിക്കാം നിങ്ങളെ. ആദ്യം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് എല്ലാം തന്നെ ഇവിടെ ശ്രദ്ധിച്ചു കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് രണ്ടും മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് നമ്പൈ വേണം. ഇമ്പോർട്ട് നമ്പൈ ആസ് എൻ ബി. എന്താ ചെയ്യേണ്ട? ഇമ്പോർട്ട് നമ്പൈ ആസ് എൻ ബി. നമുക്കിത് ഫിഗറൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനെ ആശ്രയിക്കാം? മാറ്റ്പ്ലോട്ലിബ്. മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് PLT. ഓക്കെ, പെർസെൻറ്റേജ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ 2 എണ്ണം കൊടുത്താലും മതി. ഓക്കെ, ഇനി എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത് ഈ 2 കാര്യങ്ങളാണ് ചെയ്തത്. ആദ്യം ഇമ്പോർട്ട് ഓൾ ദി നീഡഡ് ലൈബ്രറീസ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡേറ്റാസ് കൊടുക്കണ്ടേ? ജി സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഡേറ്റാ പോയിന്റ്സ് കൊടുക്കണം. ഈ ഡേറ്റാ പോയിന്റ്സിനകത്ത് ഔട്ട്ലയർ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ക്ലിയർ ആണോ? പ്രോബ്ലം എന്താണ്? ഡേറ്റാസ് കൊടുക്കുന്നു, റീഡ് ചെയ്യുന്നു, റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഔട്ട്ലയർ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. അതാണ് ജി സ്ക്വയർ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഡേറ്റാ സെറ്റ് എടുത്തു. ഈ ഡേറ്റാ സെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 11, 10, 12, 14, 12, 15 അങ്ങനെ വന്നിട്ടുണ്ട്. ചില ഡേറ്റാസിനെ കണ്ടോ ഒരു ഡിഫർ ചെയ്ത് നിൽക്കുന്നുണ്ട്. 107, 108 അല്ലേ, 3 ഡിജിറ്റ് ആയിട്ട് പോയി. 102 ഇതൊക്കെ ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഡേറ്റാസ്. ബാക്കി എല്ലാ ഡേറ്റാസും നോക്കുകയാണെങ്കിൽ ഒരു 12നും 15നും 13നും ഒക്കെ ഇടയ്ക്കുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിക്കാം. ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് ജസ്റ്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PLT ഡോട്ട് ബോക്സ് പ്ലോട്ട്. ഏതാണോ ഡേറ്റാ സെറ്റ് ആ ഡേറ്റാ സെറ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോക്സ് പ്ലോട്ടിൽ തന്നെ പല പല സാധനങ്ങൾ ആട്രിബ്യൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഫോമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്യാം. അത് വലിയ വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്ക് അതിന് ഷൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം കാണിക്കുന്നുള്ളൂ. ഓക്കെ, ബോക്സ് പ്ലോട്ട് ഇപ്പോൾ വന്നതാണ്. ഇതാണ് നമ്മുടെ ബോക്സ് പ്ലോട്ട് കണ്ടോ. അപ്പം ഞാൻ ഫിഗറിൻ്റെ സൈസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇതൊരു ബിഗ് ഫിഗർ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ബോക്സ് പ്ലോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇവിടെ കണ്ടോ, നിങ്ങളുടെ ഡേറ്റായുടെ വാല്യൂസിൻ്റെ റേഞ്ച് നോക്കി അപ് ടു 20 വരെ വരുന്നുള്ളൂ അല്ലേ. 1 തുടങ്ങി 20 വരെ വരുന്നുള്ളൂ.
പക്ഷെ ഇവിടെ കണ്ടോ ഒരു ബബിൾ വന്നേക്കുന്നത്. ഈ ബബിൾ എന്താ മീൻ ചെയ്യുന്നത്? ഔട്ട്ലെയർ ആണ് ഈ ബബിൾസ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ബബിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇതെല്ലാം ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, മറ്റുള്ളത് എല്ലാം ഔട്ട്ലെയേഴ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം. ഇത് കണ്ടോ, ഇതാണ് ബോക്സ് പ്ലോട്ടിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന സംഗതി. നമുക്ക് 100 കഴിഞ്ഞിട്ട് കുറേ വാല്യൂസ് വന്നിട്ടുണ്ട്, ആ വാല്യൂസ് എല്ലാം ഔട്ട്ലെയറാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സി സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് അതിനെ കളയാൻ പോവുകയാണ്. സി സ്ക്വയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യുക, അതിനുശേഷം സി സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അത് കണ്ടിട്ട് സി സ്ക്വയർ വാല്യൂ കിട്ടിയത് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ അത് ഔട്ട്ലെയർ ആയിട്ട് പറയുക. അപ്പോൾ ഔട്ട്ലെയറിനെ കിട്ടുമ്പോൾ അത് ഒരു ലിസ്റ്റിലോട്ട് നിങ്ങൾ എടുത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതൊരു ഔട്ട്ലെയർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് ഒരു എംപ്റ്റി ലിസ്റ്റ് അങ്ങ് വാങ്ങുവാണ്. ഔട്ട്ലെയർ ഈക്വൽ ടു ഇങ്ങനെ ഒരു ബോക്സ് കാണിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു എംപ്റ്റി ലിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് എൻ്റെ ലിസ്റ്റിൻ്റെ പേരാണ്. ഔട്ട്ലെയർ എന്ന് പറഞ്ഞ ലിസ്റ്റിൻ്റെ പേരാണ്. ക്ലിയർ ആണോ? ഇത് നിങ്ങളുടെ ഒരു എംപ്റ്റി ലിസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്ലെയറിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തുകൊണ്ട് വന്നാൽ മതി, അപ്പെൻഡ് ചെയ്തുകൊണ്ട് വന്നാൽ മതി. മനസ്സിലായോ? അപ്പം ഞാൻ ഇതൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിറ്റക്ട് ഔട്ട്ലെയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഞാനിവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഡിറ്റക്ട് ഔട്ട്ലെയർ. എന്നിട്ട് പാരാമീറ്റർ ലിസ്റ്റിൽ കൊടുക്കണം, നിങ്ങളുടെ ഡേറ്റ ഏതാണെന്നുള്ളത് കൊടുക്കണം. ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ, അത് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷനകത്ത് ചെയ്ത് കൊടുത്തേക്കുന്ന പ്രോസസ്സ് കണ്ടോ, ആദ്യം ത്രെഷോൾഡ് 3 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി മീൻ കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പറിക്കകത്ത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, NP.mean ഓഫ് ഡേറ്റ സെറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ NP.std ഓഫ് ഡേറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 15 ഡേറ്റാസ് ഉണ്ട്, 1 തുടങ്ങി 15 ഡേറ്റാസ് ഉണ്ട്. ഓരോന്നിനെ 1 by 1 എടുക്കണം, ഔട്ട്ലെയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ലൂപ്പ് സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. ഒരു ഫോർ ലൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഐ റേഞ്ചിങ് ഫ്രം ഡേറ്റാ സെറ്റ് ഫസ്റ്റ് ഡേറ്റാ സെറ്റ് എന്ന് കൊടുത്താൽ മതി. ഐ ഇൻ ഡേറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ സെറ്റിലെ ഫസ്റ്റ് വാല്യൂ ഏതാണ്? ഇവിടെ ഡേറ്റാ സെറ്റിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 11 വരും. അപ്പോൾ ഐക്കകത്ത് ആദ്യം 11 വരും. രണ്ടാമത് ഏത് വരും? 10 വരും. പിന്നെ 12 വരും. പിന്നെ 14 വരും. പിന്നെ 12 വരും. പിന്നെ 15 വരും. അങ്ങനെ 1 by 1 ആയിട്ട് ഐ ഇങ്ങനെ മാറി വരും. മാറി വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ജി സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. ജി സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഐ മൈനസ് ഈ കിട്ടുന്ന ഡേറ്റ പോയിന്റ് മൈനസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ് ഏതാ? 11 അല്ലേ? 11 മൈനസ് മീൻ വാല്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ജിക്ക് ഒരു വാല്യൂ കിട്ടി. കിട്ടിയ വാല്യൂ 3.5 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം സി വാല്യൂ, കിട്ടിയ സി സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണോ എന്ന് നോക്കുക. നമ്മൾ ത്രെഷോൾഡ് സെറ്റ് ചെയ്തേക്കുന്നത് 3 ആണ്, നമുക്ക് കിട്ടിയ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട്ലെയർ ആണോ? അല്ല, ഔട്ട്ലെയർ ആണ് അല്ല. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഔട്ട്ലെയർ ആണെങ്കിൽ നമ്മുടെ ജി സ്ക്വയറിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 3.5ഓ 4ഓ 5ഓ 6ഓ 7ഓ 8ഓ അങ്ങനെ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 100 ഒക്കെ എടുത്ത് കഴിയുമ്പം 100 എന്ന് പറഞ്ഞ വാല്യൂ ഡേറ്റ പോയിന്റിൽ വന്നു കഴിയുമ്പം 100 മൈനസ് മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ ജി സ്ക്വയർ വാല്യൂ ഒരു 8ഓ 9ഓ 10ഓ ഒക്കെ ആയിരിക്കും കിട്ടാൻ പറ്റുന്നത്. അത് എന്ന് പറയുന്നത് ഈ ജി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വാല്യൂ. ഇത് അബ്സല്യൂട്ട് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മൈനസിനെ കളയാൻ വേണ്ടിയിട്ടാണ്. NP.absolute കൊടുത്താൽ മതി. ജി സ്ക്വയർ ചുമ്മാ ഇടരുത്. ജി സ്ക്വയർ കിട്ടുന്നത് മൈനസ് ആണെങ്കിൽ നമുക്കത് പ്രോബ്ലം ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് കൊടുക്കുക? NP.absolute ഓഫ് ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണോ എന്ന് നോക്കി. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, എക്സ് മൈനസ് x2. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് 2 ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ -1 വരുന്നെങ്കിൽ അത് +1 ആയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ
ദിസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ എടുത്ത ഡേറ്റ വാല്യൂവിനെ ഔട്ട്ലയറിനകത്തോട്ട്, നമ്മൾ ഔട്ട്ലയർ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് വാങ്ങിച്ചില്ലേ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കാൻ ഇക്വേഷൻ എന്താ? ഔട്ട്ലയർ ഡോട്ട് അപ്പൻഡോ ഐ കൊടുക്കുക. ഈ ഐ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 102 ആയിരിക്കും ആദ്യത്തെ ഔട്ട്ലയർ. അപ്പൊ ഔട്ട്ലയറിനകത്ത് ആദ്യം 102 വന്നു. ഇനി രണ്ടാമത് ഇങ്ങനെ കറങ്ങി 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 വരുമ്പം 108 വരും. 108 വന്നു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് അപ്പൻഡ് ചെയ്യണ്ടേ, അപ്പൊ 108 വന്നു. അടുത്തത് 107 ആയിരിക്കും. അങ്ങനെ വരും. മനസ്സിലായോ? ഈ പ്രോസസ്സ് ക്ലിയർ ആണോ? ഈ ഫംഗ്ഷൻ ഇനി പറയണോ? ഇത്രയേ ഉള്ളൂ ചെയ്യുന്നത്. ത്രെഷോൾഡ് സെറ്റ് ചെയ്യുന്നു, മീൻ കണ്ടുപിടിക്കുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു, ഒരു ലൂപ്പ് എഴുതി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് ഒറ്റ വാല്യൂ അല്ലല്ലോ ചെക്ക് ചെയ്യാനുള്ളത്. നമുക്കൊരു 15 വാല്യൂ, 20 വാല്യൂ, 30 വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ലൂപ്പ് എഴുതി കൊടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് അയക്കാത്ത ഓരോ തവണയും ഓരോ വാല്യൂസ് എടുത്ത് ചെക്ക് ചെയ്ത് ഇതാണോ Z² ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ മാത്രം അല്ലാതെ നമുക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഔട്ട്ലയറിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ എഴുതി കൊടുത്തത് ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമാണ്. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാ കോൾ ചെയ്യണ്ടേ? ഈ പേര് വെച്ചിട്ട് കോൾ ചെയ്യണം. ഡിറ്റക്ട് ഔട്ട്ലയേഴ്സ് ഡേറ്റയ്ക്ക് പകരം നമ്മുടെ ഒറിജിനൽ ഡേറ്റ ഏതാ? ഡേറ്റ സെറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ വിളിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുക ഡിറ്റക്ട് ഔട്ട്ലയർ ഓഫ് ഡേറ്റ സെറ്റ് എന്ന് വിളിച്ചാൽ മതി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഔട്ട്ലയർ PT ഈക്വൽ ടു കൊടുത്തേക്കുന്നത്? കാര്യം ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ഡിറ്റക്ട് ഔട്ട്ലയർ ഓഫ് ഡേറ്റ സെറ്റ് കൊടുത്താൽ മതിയായിരുന്നു. റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. അതുകൊണ്ടാണ് ഔട്ട്ലയർ PT ഈക്വൽ ടു ഡിറ്റക്ട് ഔട്ട്ലയർ ഓഫ് ഡേറ്റ സെറ്റ് എന്ന് കൊടുത്തത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അത് കറക്റ്റായി. ഇത് കറക്റ്റായി. ഇനി ഇതിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്തപ്പോൾ 102, 107, 108 നമ്മുടെ വേരി ചെയ്ത് കിട്ടുന്ന ഡേറ്റാസ് ആണ് കാണിച്ചത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, റിമൂവ് ചെയ്യാതെ ഇരിക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിച്ചേക്കുവാണ്. ഒരു ലൂപ്പ് എടുത്തിട്ട് ഒരു ലൂപ്പ് എടുക്കുന്നു. ഡേറ്റാ സെറ്റ് എല്ലാ വാല്യൂസും എടുത്തു. എന്നിട്ട് ഞാൻ ഔട്ട്ലയർ എവിടെ ആയിരിക്കുന്നത്? PT-ക്കകത്തായിരിക്കുന്നു. ഔട്ട്ലയർ PT-ക്കകത്താണ് ഔട്ട്ലയർ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്നത് I in ഔട്ട്ലയർ PT, അതായത് ഇപ്പൊ എടുത്ത I എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്തുണ്ടോ, ഈ ലിസ്റ്റിനകത്തുണ്ടോ എന്നുള്ള ചെക്കിങ് നടത്തുന്നു. ഉണ്ടെങ്കിൽ അത് ഡേറ്റാ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് 2 സെറ്റാണുള്ളത്. ഇപ്പം ഔട്ട്ലയർ എന്ന് പറയുന്നത് ഇരിക്കുന്നത് 102, 107, 108. ഡേറ്റാ സെറ്റിലും ഈ സെയിം വാല്യൂസ് ഉണ്ട്. അപ്പം ഞാനിത് എഴുതുവാണെങ്കിൽ ഇവിടെയും വരും. ഇത് 107, 108, 15, 11, 12 അങ്ങനെ പറഞ്ഞ് കുറേ വാല്യൂസ് വരും. എപ്പോഴാണോ ഔട്ട്ലയർ എന്ന് പറയുന്ന വാല്യൂവും ഡേറ്റാ സെറ്റിലെ വാല്യൂ സിമിലർ ആവുന്നത്, I in ഔട്ട്ലയർ PT. I in എന്ന് പറയാൻ കാര്യം എന്താ? ഫോർ ലൂപ്പ് എഴുതിയപ്പോൾ 4I in ഡേറ്റാ സെറ്റ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് ഡേറ്റാ സെറ്റിലെ ഓരോ വാല്യൂസ് ഐയിലാണ് വരുന്നത്. ഈ I എന്ന് പറയുന്നത് ഔട്ട്ലയറിലുണ്ടോ? നമ്മൾ ഈക്വൽ ടു ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ടേം തന്നെ നിങ്ങൾക്ക് പൈത്തണിലുണ്ട്. ഈ I എന്ന് പറയുന്നത് ഔട്ട്ലയർ PT-ക്കകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഡേറ്റാ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഡേറ്റാ സെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് I എന്നിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പ്രിന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഔട്ട്ലയർ ഇല്ലാത്ത ഡേറ്റാ സെറ്റിനെ കാണാൻ പറ്റും. കണ്ടോ? ഇതിനകത്ത് ഇപ്പം വരുന്നുണ്ടോ? 102, 107 ഒക്കെ ഉണ്ടോ? ഇതാണ് നമ്മൾ G² മെത്തേഡിൽ. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റാ പോയിന്റ്സ് എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത ഒരു കേസ് വരുമ്പം നമ്മളൊരു ബോക്സ് പ്ലോട്ട് പോലെ ഇതിനെ വരച്ചു കഴിഞ്ഞാൽ
നമ്മൾ കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നത് നമ്മുടെ IQR എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കണം. IQR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ Q1 മൈനസ് Q3 എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിക്കണം. ഈ Q1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് 25% ആണ് കേട്ടോ. നമ്മുടെ ഡേറ്റാ സെറ്റിന്റെ 25% ആണ് Q1 Q1 എന്ന് പറയുന്നത്. ഇനി Q3 എന്ന് പറയുന്നത് ഡേറ്റാ സെറ്റിന്റെ 75%. ഓക്കെ, ടോട്ടൽ ഡേറ്റാ സെറ്റ് 100 ആണ്. 100ന്റെ 25 വരെ വരുന്നത് Q1, 75 വരെ വരുന്നത് Q3. ഇനി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 മൈനസ് Q1. അപ്പോൾ ഒരു വാല്യൂ ഇവിടെ വരും. ഇതാണ് നിങ്ങളുടെ ത്രെഷോൾഡ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഈ ബോക്സ് പ്ലോട്ടിന്റെ ഈ ഭാഗം കഴിഞ്ഞു വരുന്നത് ഇത് എന്ന് പറയുന്നത് ഔട്ട്ലെയർ ആയിരിക്കും. ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും മുന്നോട്ട് പോകുന്നതോറും എന്താ വരുന്നത്? ഔട്ട്ലെയർ ആയിരിക്കും. ഇനി ഇത് ഈ ക്വാർട്ടൈൽ റേഞ്ച് കഴിഞ്ഞ് ഇവിടം കഴിഞ്ഞ് വരുന്നതെല്ലാം ഔട്ട്ലെയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു ലോവർ ബൗണ്ട് ആണ്, ഇതൊരു അപ്പർ ബൗണ്ട് ആണ്. ഓക്കെ, അപ്പർ ബൗണ്ട് കഴിഞ്ഞ് വരുന്നത് പ്ലസ് ചെയ്ത് വരുന്നത്, അപ്പർ ബൗണ്ട് കഴിഞ്ഞ് വരുന്നത് ഔട്ട്ലെയർ ആണ്. ലോവർ ബൗണ്ടിന് മുന്നേ ഉള്ളത് അല്ലേ? ഇപ്പം ഞാനൊരു ലോവർ ബൗണ്ട്, എൻ്റെ ലോവർ ബൗണ്ട് 7 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വിചാരിക്കാം. 7ന് മുന്നേ ഉള്ളതെല്ലാം ഔട്ട്ലെയർ അല്ലേ? അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ 20 സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പം 20 കഴിഞ്ഞ് വരുന്നതെല്ലാം എന്താണ്? ഔട്ട്ലെയേഴ്സ് അല്ലേ? ഇതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? IQR കണ്ടുപിടിച്ചു. ഇനി ലോവർ ബൗണ്ടും കണ്ടുപിടിക്കണം, അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. ലോവർ ബൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ Q1 മൈനസ്, ഇങ്ങോട്ട് വരുന്നവർ മൈനസ് ചെയ്താൽ മൈനസ് ഈ കിട്ടിയ IQR വാല്യൂവിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ Q3 പ്ലസ് കിട്ടിയ IQR വാല്യൂവിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂ, ഡേറ്റ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അപ്പർ ബൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഡേറ്റാ സെറ്റിലെ വാല്യൂ ഡേറ്റ എന്ന് പറയാം. ഡേറ്റ വാല്യൂ കിട്ടുന്നത് ഇപ്പം എടുത്ത ഡേറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ അപ്പർ ബൗണ്ട് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഡേറ്റ വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ ലോവർ ബൗണ്ട് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്തെന്ന് പറയാം? ഔട്ട്ലയർ എന്ന് പറയാം. ഇതിനെ നിങ്ങളൊരു ലിസ്റ്റിലേക്ക് കടത്തി വിടുക, അപ്പൻഡ് ചെയ്തുകൊണ്ട്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെഡി ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡേറ്റാ സെറ്റിൽ നിന്ന് 3 വാല്യൂസ് റിമൂവ് ചെയ്തിട്ടുണ്ടോ?